പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ TNA റെസ്ലിംഗിൻ്റെ ഹാർഡ് ടു കിൽ 2024 മുൻ WWE സൂപ്പർ സ്റ്റാർസ് അപ്പിയർ ചെയ്തതിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇമ്പാക്റ്റ് റെസ്ലിംഗ് അതിൻ്റെ പഴയ പേരായ TNA റെസ്ലിംഗിലേക്ക് തിരികെ പോകുന്ന ആദ്യ ഇവൻ്റായ 2024 TNAയുടെ ആദ്യ ലൈവ് ഇവൻ്റായ ഹാർഡ് ടു കിൽ എന്ന പ്രീമിയം ലൈവ് ഇവൻ്റാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഒട്ടനവധി സർപ്രൈസുകൾ ഉണ്ടായിരിക്കുമെന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രതീക്ഷയായിരുന്നു. ആ ഒരു പ്രതീക്ഷ ഒട്ടും തെറ്റിക്കാതെയുള്ള ഒരു ഇവൻ്റ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വീഡിയോയിൽ ഞാൻ പങ്കുവെക്കുന്നത് ഏതൊക്കെ WWE സൂപ്പർ സ്റ്റാർസാണ് ഹാർഡ് ടു കില്ലിൻ്റെ ഭാഗമായി അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അതിൽ ഒന്നാമതായി പങ്കുവെക്കാനുള്ളത് ഡാന ബ്രൂക്ക് എന്ന് WWE അറിയപ്പെട്ടിരുന്ന, നിലവിൽ TNAയിൽ ആഷ് എന്ന പേരിൽ അറിയപ്പെടാൻ പോകുന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ട്രിനിറ്റി വേഴ്സസ് ജോർദിയൻ ഗ്രേസ് തമ്മിലുള്ള നോക്കൗട്ട്സ് ടൈറ്റിൽ മത്സരത്തിന് മുൻപാണ് ഏഷ്യൻ്റെ ഒരു ഡെബ്യൂ നമുക്ക് കാണാൻ സാധിച്ചത്. റിംഗ് സൈഡിൽ മത്സരം വീക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് ഏഷ്യൻ്റെ ഒരു ഭാഗമായി നമുക്ക് കാണാൻ സാധിച്ചത്. ഫിസിക്കലായി മത്സരത്തിൽ ഏർപ്പെടുന്നതൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല. ഏഷ്യ തുടർന്നുള്ള ഇമ്പാക്റ്റിൻ്റെ വീക്ക്ലി എപ്പിസോഡിൽ ഉണ്ടായിരിക്കുമെന്നുള്ളതും നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓൺ സ്ക്രീനിൽ അല്ലെങ്കിൽ പോലും TNAയുടെ ഹാർഡ് ടു കിൽ എന്ന് പറയുന്ന ഈ ഒരു സ്പെഷ്യൽ ഇവൻറ്റ് കാണാൻ വന്ന ടോപ്പ് 2 റെസ്ലേഴ്സാണ്. ഒന്ന് ബെയ്ലിയും പിന്നെ ഒന്ന് മെഴ്സിഡീസ് മണി എന്ന് അറിയപ്പെടുന്ന സാഷ ബാങ്ക്സും. രണ്ടുപേരും ഓൺ സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിച്ചില്ല. അവർ ട്രിനിറ്റിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആ ഒരു കാണികളുടെ ഇടയിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തിരുന്ന മത്സരം വീക്ഷിക്കുന്ന കുറച്ച് ഫോട്ടോസാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ബെയ്ലി WWE കോൺട്രാക്റ്റുള്ള റെസ്ലറാണ്. സാഷ ബാങ്ക്സ് ഒരു ഫ്രീ ഏജൻ്റായിട്ട് നിൽക്കുന്ന ഒരു റെസ്ലറാണ്. WWE തിരിച്ചുവരവിന് സാധ്യതകൾ കൂടുതലുണ്ട് എന്നുള്ളൊരു വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ഏറ്റവും ടോപ്പായി നമുക്ക് പങ്കുവെക്കാനുള്ള ഒരു വാർത്ത ഡോൾഫ് സിഗ്ലർ നിക് നെമത്തിൻ്റെ TNAയുടെ ഡെബ്യൂ ആണ്. നിക് നെമത്തിൻ്റെ ഡെബ്യൂ നമുക്ക് കാണാൻ സാധിച്ചത് മെയിൻ ഇവൻറ്റിൽ മൂസ് എന്ന് പറയുന്ന റെസ്ലർ നിലവിലെ ചാമ്പ്യനായിട്ടുണ്ടായിരുന്ന അലക്സ് ഷെലിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ TNA വേൾഡ് ചാമ്പ്യൻ ആയതിനു ശേഷമുള്ള ഒരു ഡെബ്യൂ ആണ്. നിക് നെമത്തിൻ്റെ ആ ഒരു മ്യൂസിക് പ്ലേ ആകുന്ന സമയത്ത് എല്ലാവരും പ്രതീക്ഷിച്ചത് ആ ഒരു എൻട്രൻസ് റാമ്പിലൂടെ നിക് നെമത്ത് വന്ന് ഫേസ് ടു ഫേസ് മൂസിൻ്റെ എഗെയിൻസ്റ്റ് നിൽക്കുമെന്നാണ്. എന്നാൽ നിക് നെമത്ത് ബാക്കിലൂടെയാണ് വന്നത്. എന്നിട്ട് ഫേസ് ടു ഫേസ് നിൽക്കുന്നു. എന്നിട്ട് മൂസ് ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി ഒരു സൂപ്പർ കിക്ക് മൂസിന് കൊടുക്കുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ WWEയിലെ ഫിനിഷറുകളിൽ ഒന്നായ സിഗ്സാഗും മൂസിനെതിരെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാണികളുടെ ഇടയിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ ടീഷർട്ട് വലിച്ചു വരുന്നുണ്ട്. ആ ടീഷർട്ടിനുള്ളിൽ TNA റെസ്ലിംഗിൻ്റെ അവരുടെ ഒഫീഷ്യൽ ടീഷർട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഡോൾഫ് സിഗ്ലർ അല്ലെങ്കിൽ നിക് നെമത്ത് TNA റെസ്ലിംഗിൻ്റെ ഭാഗം ആയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് 100% ഷുവറായി പറയാനും സാധിക്കുന്നുണ്ട്. കൂടാതെ ഇനി നാളെ നടക്കാൻ പോകുന്ന TNAയുടെ വീക്ക്ലി എപ്പിസോഡായ ഇമ്പാക്റ്റിൻ്റെ ഒരു വീക്ക്ലി എപ്പിസോഡ് ടൈപ്പിങ്ങിലേക്ക് നിക് നെമത്തിൻ്റെ ആദ്യ മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. സാക്രി വെൻസ് എന്ന് പറയുന്ന റെസ്ലറിനെതിരെയാണ് ഒരു സിംഗിൾസ് മത്സരത്തിലൂടെ നിക് നെമത്തിൻ്റെ ഒരു ഡെബ്യൂ മാച്ച് കളിക്കാൻ പോകുന്നത്. അത് മിക്കവാറും ഈ വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ശനിയാഴ്ചയോ നടക്കുന്ന ഒരു ഇമ്പാക്റ്റിൻ്റെ ടെലിവിഷൻ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിച്ചേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ പലർക്കും സംശയമുണ്ട് ഡോൾഫ് സിഗ്ലർ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൻ്റെ ഭാഗം അല്ലേ എന്നുള്ളത്. ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗുമായി ചെറിയൊരു ഡീൽ മാത്രമാണ് ഡോൾഫ് സിഗ്ലർ സൈൻ ചെയ്തിട്ടുള്ളത്. TNA റെസ്ലിംഗുമായിട്ടാണ് ഒഫീഷ്യൽ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു വാർത്തയാണ് നിലവിൽ പുറത്തേക്ക് വരുന്നത്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.